നാടെങ്ങും ഓണാഘോഷത്തിന്റെ തിരക്കിലാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുന്ന ഓണം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമാണ്. വിളവെടുപ്പിന്റെ ഉത്സവമായ ഓണം ചിങ്ങമാസത്തിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. ജാതിമത ഭേദമന്യേ ലോകമെമ്പാടുമുള്ള മലയാളികൾ കൊണ്ടാടുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവം ഒത്തൊരുമയുടെയും സൗഹൃദത്തിന്റെയും സമൃദ്ധിയുടെയും കൂടിയ ആഘോഷമാണ്. എന്നു മുതലാണ് ഓണം ആഘോഷിച്ചു തുടങ്ങിയത് എന്നതിന് കൃത്യമായ കണക്കുകളൊന്നുമില്ല. എങ്കിലും ചുരുങ്ങിയത് 2000 വർഷത്തോളം പഴക്കമെങ്കിലും കാണാമെന്ന് നമുക്ക് ഊഹിക്കാം. 1961 മുതലാണ് ഓണം ദേശീയ ആഘോഷമായി കൊണ്ടാടാൻ കേരള സർക്കാർ തീരുമാനിക്കുന്നത്. അന്ന് ഓണത്തിന്റെ പേര് ആണം എന്നായിരുന്നു. ആവണം എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ആണം. ആവണമാവട്ടെ സാവണം എന്നതിൽ നിന്നും. ശ്രാവണം എന്ന വാക്കിനെയാണ് സാവണം എന്ന് പറഞ്ഞിരുന്നത്. ശ്രാവണം എന്നത് ചിങ്ങമാസത്തിന്റെ സംസ്കൃത നാമവും. പണ്ട് കേരളം പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചിരുന്നതിനാൽ ആഘോഷവും കൃഷിയും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഓണം ചിങ്ങമാസത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിഷ്ണുഭക്തനും പ്രഹ്ലാദന്റെ ചെറുമകനും അസുര ചക്രവർത്തിയുമായ മഹാബലി തന്റെ പ്രജകളെ കാണാൻ പാതാള ലോകത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ് എന്നതാണ് ഏറ്റവും പ്രബലമായ ഐതിഹ്യം. പണ്ട് മഹാബലി എന്നൊരു ധർമ്മിഷ്ഠനായ അസുരരാജാവുണ്ടായിരുന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സുവർണനാളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അതെ, പ്രജകളുടെ ഈ സന്തോഷത്തിൽ അസൂയ തോന്നിയ ദേവന്മാർ മഹാബലിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു നാൾ മഹാബലി അശ്വമേധയാഗം കഴിഞ്ഞിരിക്കെ മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് മഹാരാജാവിനോട് 3 അടി മണ്ണ് വരമായി ആവശ്യപ്പെട്ടു. വിഷ്ണുഭക്തനായ രാജാവ് അത് സമ്മതിച്ചു. പെട്ടെന്ന് ആകാശത്തോളം വളർന്ന വാമനൻ ആദ്യത്തെ ചുവടുകൊണ്ട് ഭൂമിയും രണ്ടാമത്തെ ചുവടുകൊണ്ട് ആകാശവും അളന്നു. മൂന്നാമത്തെ ചുവട് വെക്കാൻ ഇടമില്ല. രാജാവിനോട് വാമനൻ ചോദിച്ചു, 3ാമത്തെ ചുവട് എവിടെ വെക്കും? സത്യസന്ധനായ മഹാബലി സ്വന്തം വാക്ക് പാലിക്കാനായി തന്റെ ശിരസ് കുനിച്ചു കൊടുത്തു. 3ാമത്തെ അടിയായി മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. വിട പറയുന്നതിന് മുമ്പ് രാജാവിന്റെ ആഗ്രഹപ്രകാരം താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന തന്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്ന് കാണുവാനുള്ള വരം ഭഗവാൻ കൊടുത്തു. അതാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. ഓണത്തെ സംബന്ധിക്കുന്ന മറ്റൊരു ഐതിഹ്യം പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ്. വരുണനിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങി. മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ ദിവസമാണ് ഓണം എന്നും ഒരു സങ്കല്പമുണ്ട്. മറ്റൊന്ന് ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടതാണ്. സിദ്ധാർത്ഥ രാജകുമാരൻ ബോധോദയത്തിനു ശേഷം ശ്രാവണപദത്തിലേക്ക് പ്രവേശിച്ചത് ശ്രാവണ മാസത്തിലെ തിരുവോണം നാളിൽ എന്നാണ് ബുദ്ധമത വിശ്വാസം. ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പൂക്കളം. അത്തം മുതൽ പൂക്കളമൊരുക്കി തിരുവോണ നാളിൽ മാവേലിയെ സ്വീകരിക്കും. ചാണകം മെഴുകിയ മുറ്റത്ത് അത്തം നാളിൽ ഒരു നിര പൂവ്, തുമ്പപ്പൂവ്. ചുവപ്പ് യുദ്ധത്തെ സൂചിപ്പിക്കുന്നതിനാൽ ചുവപ്പ് പൂക്കൾ പൂക്കളത്തിൽ പതിവില്ല. 2ാം നാളിൽ 2 പൂക്കൾ, 3ാം നാളിൽ 3 അങ്ങനെ പൂക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് പൂക്കളത്തിന്റെ വലിപ്പവും ഏറിവരും. ഏറ്റവും വലുത് ഉത്രാടനാളിൽ. പൂവേപ്പൊലി പാടിയാണ് കുട്ടികൾ പൂക്കളിറക്കാൻ ഇറങ്ങുക. തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും മന്ദാരവും ശംഖുപുഷ്പവും എല്ലാം പൂക്കളത്തിൽ നിറഞ്ഞ കാലം കഴിഞ്ഞു. ഇന്നവയെല്ലാം ജമന്തിക്കും ചെണ്ടുമല്ലിക്കും വഴിമാറിക്കഴിഞ്ഞു. പൂക്കളത്തോടൊപ്പം തന്നെ പ്രധാനമേറിയ ഒന്നാണ് ഓണക്കോടിയും ഓണസദ്യയും. കർക്കിടകത്തിലെ പഞ്ഞം കഴിഞ്ഞാൽ പിന്നെ കൊയ്ത്തായി. അതുകൊണ്ട് തന്നെ സാധാരണ ദിവസങ്ങളിലില്ലാത്ത വിഭവം ഓണസദ്യയിൽ സ്ഥാനം പിടിക്കും. കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയ്ക്കാണ് ഓണസദ്യയിൽ പ്രാധാന്യം. പിന്നീട് അവിയലും സാമ്പാറും. 4 കൂട്ടം ഉപ്പിലിട്ടതാണ് കണക്ക്. പപ്പടം ഇടത്തരക്കാരനാണ്.
ചേന, പയർ, പാവയ്ക്ക, വഴുതനങ്ങ എന്നീ ഉപ്പേരികൾക്ക് പുറമെ പഴം നുറുക്കും, പഴവും പാലടയും പ്രഥമനും ഉണ്ടാകും. ഓണസദ്യ കഴിഞ്ഞാൽ ഓണക്കളികൾക്കുള്ള സമയമായി. ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രീതി നേടിയ ഒന്നാണ് പുലികളി. പുലിയുടെയും കടുവയുടെയും വേഷം കിട്ടിയ കലാകാരന്മാരാണ് പ്രത്യേക താളത്തോടെ പുലികളി ആടുക. തെയ്യങ്ങളുടെ നാടായ കണ്ണൂരിൽ ഓണത്തിനു മാത്രം പ്രചാരത്തിലുള്ളതാണ് ഓണത്തെയ്യം. ഉത്രാടം, തിരുവോണം നാളുകളിൽ ചെറിയ ആൺകുട്ടികൾ മുഖത്ത് തേപ്പും ചെറിയ മുടിയും വലതു കൈയിൽ മണിയും ഇടതു കൈയിൽ ഓണവില്ലുമായി വീടുകൾ തോറും കൊട്ടിപ്പാടുന്നതാണ് ഓണത്തെയ്യം. വടക്കേ മലബാറിൽ ഓണത്തിന്റെ താരം ഓണപ്പൊട്ടനാണ്. ചായം തേച്ചും ആടയാഭരണങ്ങൾ അണിഞ്ഞും ഓണമെത്തുമ്പോൾ കൂടെ ഓണപ്പൊട്ടനും എത്തും. ഓണപ്പൊട്ടൻ ഓടിയെത്തിക്കഴിഞ്ഞാൽ ആദ്യം അരി നൽകണം. പാടത്ത് കൊയ്ത നെല്ലിന്റെ പുത്തരിയും ആദ്യം ഓണപ്പൊട്ടന് നൽകിയാൽ കാർഷിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസം. തൃശൂർ, എറണാകുളം ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന അനുഷ്ഠാനമാണ് തൃക്കാക്കരയപ്പനെ ഒരുക്കൽ. മധ്യ തിരുവിതാംകൂറിന്റെ രുചിയുടെ ഉത്സവമാണ് ഓണത്തിന്റെ അകമ്പടിയോടെ എത്തുന്ന ആറന്മുള വള്ളസദ്യ. കർക്കിടകം 15 മുതൽ കന്നി 15 വരെ നടക്കുന്ന ആറന്മുള സദ്യയിൽ 70ഓളം വിഭവങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഓണത്തിന് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രധാന വിനോദം ഊഞ്ഞാലാട്ടമാണെങ്കിൽ പുരുഷന്മാർക്ക് പകിടകളി, വടംവലി, ഓണത്തല്ല്, വള്ളംകളി തുടങ്ങിയവയാണ്. ഓണത്തല്ല് തുടങ്ങിയാൽ ഒരു പക്ഷത്തിന് ജയം കിട്ടാതെ കളം വിട്ടു പോകരുത് എന്നതാണ് നിയമം. പൊതുവെ ഓണക്കാലം കേരളമാകെ ശബ്ദായമാനമായിരിക്കും. നഗരങ്ങളെ അപേക്ഷിച്ച് നാട്ടിൻപുറങ്ങളിൽ ശാന്തമായിരിക്കും ഓണാഘോഷം. ഓണത്തിന്റെ രീതികൾ കാലത്തിനൊപ്പം വളരെയധികം മാറിയിട്ടുണ്ട്. ഓണത്തെ കാത്തിരിക്കുന്ന തലമുറ മാറി, ഓണാഘോഷം മാറി. മാറാത്തത് ഓണമെന്ന വികാരം മാത്രമാണ്. എത്ര തലമുറ കഴിഞ്ഞാലും അതെങ്ങനെ മനസ്സിന്റെ ആഴങ്ങളിൽ തെളിഞ്ഞു നിൽക്കും. ഇപ്പോൾ ഇതാ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശം വിളിച്ചോതി ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണ്. കള്ളവും ചതിയും പൊളിവചനവും ഇല്ലാത്ത കേരളം ഏവർക്കും യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു മെട്രോ 7. തുമ്പപ്പൂവിന്റെ നൈർമല്യമോടെ വീണ്ടും ആശംസിക്കുന്നു തിരുവോണാശംസകൾ.